ഈ നമ്മുടെ ചർച്ചിൻ്റെ മുറ്റത്തെ ഈ ഫ്രണ്ടിൽ കാണുന്ന ആ വലിയ ഗ്രൗണ്ടിനകത്ത് ഒത്തിരി ധാരാളം പുല്ല് കിടപ്പുണ്ടല്ലേ. നമ്മുടെ ഈ ചർച്ചിലെ പിള്ളേരെല്ലാം കൂടെ പോയി അടുത്ത ദിവസം ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഒരു മൺവെട്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അതിനെ ചെത്തി കളഞ്ഞാൽ അവിടെ തന്നെ നീറ്റായിരിക്കും, അത് ക്ലീൻ ആയിരിക്കും അല്ലേ. ക്ലീൻ, അമേരിക്കൻ ക്ലീൻ ആയിരിക്കും. നോക്കിക്കേ, നല്ല ക്ലീൻ ആയിരിക്കും, ഒരു കുഴപ്പവും കാണത്തില്ല. ആ ഒരു ദിവസം കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും ഒന്ന് നോക്കിക്കേ, എന്താ അവിടെ സംഭവിക്കുന്നത്? എന്താ അവിടെ സംഭവിക്കുന്നത്? വീണ്ടും ആ കള എന്ത് ചെയ്തു? പൊങ്ങി വന്ന് നിൽക്കുന്നു. പക്ഷെ അതിനേക്കാട്ടിലും നല്ലത് നമ്മൾ ആ മുകളിലെ ആ കളം ചെത്തി കണ്ടിച്ച് കളഞ്ഞതിനെക്കാട്ടിലും നല്ലത് അതിൻ്റെ ആ മണ്ണിൻ്റെ അകത്തേക്ക് ഇറങ്ങിപ്പോയ റൂട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ആ റൂട്ട് പിഴുത് കളഞ്ഞാലോ, ഒരു വേരിൻ്റെ അറ്റം പോലും ഇല്ലാതെ ആ റൂട്ട് പിഴുത് കളഞ്ഞാലോ. കുറേ നാളായില്ലേ മണ്ട ചെത്തി കർത്താവിൻ്റെ മേശ കാണുമ്പോൾ ഹല്ലേലൂയ മണ്ട ചെത്തി, ഹല്ലേലൂയ ഒരു നല്ല മെസ്സേജ് കേൾക്കുമ്പോൾ മണ്ട ഞെക്കി. ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായില്ലേ, അത് വീണ്ടും പടരുകയല്ലേ, അത് വീണ്ടും കിളിക്കുകയല്ലേ. ഞാൻ തീരുമാനിച്ചു, ഇനി ഞാൻ ഒരു കാര്യത്തിനുമില്ല, കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ആർക്കും ഒരു ശല്യം ചെയ്യാതെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ജീവിക്കുമെന്ന്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ദാണ്ടടക്കുന്ന കിഴുക്കനാമ്പാട്. എന്താ കാര്യം? റൂട്ട് കിടപ്പുണ്ട്. ആ റൂട്ട് അകത്ത് കിടക്കുക, അതിൻ്റെ പുറത്ത് പോളിഷ് ചെയ്ത് ചെത്തി മിനുക്കി വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഈ റൂട്ട് പുറത്തു വരും. പിശാചിന്റെ തന്ത്രം തിരിച്ചറിഞ്ഞ് ഇതിന്റെ റൂട്ട് കണ്ടെത്തി ദൈവസഭ അനുദപിക്കാനും ആമേ പ്രാർത്ഥിക്കാനും തയ്യാറാണെങ്കിൽ ദൈവം തന്റെ കുടുംബങ്ങളെ